സ്വർണ്ണക്കൊള്ളയിൽ പന്ത് കോൺഗ്രസ് കോർട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചെന്നിത്തല. കളി മാറ്റി കളിക്കുകയാണ്. CPM-നെ അടപടലം വീഴ്ത്തി സ്വർണ്ണക്കൊള്ളയിൽ ഇനി ട്വിസ്റ്റുകളുടെയും ഞെട്ടലോടെയും പെരുമഴക്കാലമായിരിക്കും. SITക്ക് മുന്നിൽ ഹാജരായി നിർണായക വിവരങ്ങൾ പങ്കുവച്ച ചെന്നിത്തല ഒരു പുതിയ കഥാപാത്രത്തെ കൂടി അവതരിപ്പിക്കുകയുണ്ടായി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യവസായി. അദ്ദേഹം SITക്ക് മുന്നിൽ വന്നതും മൊഴി നൽകിയതും അതീവ രഹസ്യമായിട്ടായിരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പരമശിവം എളുപ്പത്തിൽ സ്പിരിറ്റ് കടത്തിയ പോലെ ജനങ്ങളെ പറ്റിച്ച് കേരള ബോർഡർ വഴി CPM സ്വർണം വിദേശത്തേക്ക് കടത്തി. ഇനി അറിയേണ്ടത് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചാണ്. തൊണ്ടി മുതലായ സ്വർണം എവിടെയെന്ന് കണ്ടെത്തിയാൽ കൂടുതൽ ഉന്നതർ ഇനി കുടുങ്ങും. ഇന്നലെയാണ് വ്യവസായിയുടെ മൊഴി SIT രേഖപ്പെടുത്തിയത്. അതിൽ രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെച്ചുകൊണ്ട് വ്യവസായി എത്തിയപ്പോൾ സഖാക്കളുടെ നെഞ്ച് പൊട്ടുകയാണ്. 500 കോടിയുടെ പുരാവസ്തു കടത്താണ് നടന്നത് എന്ന വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഫോണിലൂടെയാണ് SIT വിവരങ്ങൾ ശേഖരിച്ചത്. 3 മണിക്കൂറോളം വ്യവസായിയുമായിട്ട് അന്വേഷണ സംഘം സംസാരിച്ചതായിട്ടാണ് വിവരം. വൈകാതെ നേരിട്ട് മൊഴി എടുക്കും. പുരാവസ്തു കടത്ത സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യവസായി കൈമാറി എന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി ലഭിച്ചതോടെ വിദേശ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടി രൂപയുടെ പുരാവസ്തു കടത്താണെന്നും ഇതിനെക്കുറിച്ച് മലയാളിയായ വിദേശ വ്യവസായിക്ക് അറിയാമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തെ അറിയിച്ചത്. രാജ്യാനന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായിട്ട് ശബരിമല കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു പ്രധാന ആരോപണം. ദുബായ് വ്യവസായി മൊഴി നൽകിയെന്നാണ് അറിവ്. ഇഞ്ചക്കല്ലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയായിരുന്നു രമേശ് ചെന്നിത്തല മൊഴി നൽകിയിരുന്നത്. തന്റെ കയ്യിൽ തെളിവില്ല എന്നും വ്യവസായി തന്നോട് പങ്കുവച്ച വിവരം അന്വേഷണ സംഘത്തെ അറിയിച്ചു എന്നുമാണ് ചെന്നിത്തല പറഞ്ഞത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും കിട്ടിയ വിവരങ്ങൾ അടിച്ചമർത്തി വെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് കാര്യം തുറന്നു പറഞ്ഞതെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. വ്യവസായിയെ പറ്റിയുള്ള വിവരങ്ങളും SITക്ക് ചെന്നിത്തല കൈമാറിയതാണ്. സാധാരണഗതിയിൽ ക്രിമിനൽ നടപടി പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി തൊണ്ട് മുതൽ കണ്ടെത്തുക എന്നതാണ്. എന്തുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താത്തത്? സ്വർണം എവിടെ പോയി? അതിന് എന്ത് സംഭവിച്ചു? ഇതിനുള്ള ഉത്തരം തേടുമ്പോഴാണ് പൗരാണിക വസ്തുക്കളും ദിവ്യവസ്തുക്കളും വിൽക്കുന്ന അന്താരാഷ്ട്ര പൗരാണിക കരിഞ്ചന്തയുമായുള്ള ബന്ധം വെളിവാകുന്നത്. തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞാലുടൻ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തികളെ കണ്ടെത്താൻ കഴിയും. നിഗൂഢമായ ഒരു വൻ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. അത് പുറത്തു വരണമെങ്കിൽ തൊണ്ടി മുതലിലേക്ക് എത്തണം. അന്താരാഷ്ട്ര ആന്റിക്സ് മാഫിയയുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തവും കൃത്യവുമാവുകയാണ്. അത് കണ്ടെത്താനുള്ള ശ്രമമായിട്ടാണ് ഇനി ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് കൊടുത്ത മൊഴിയിലുണ്ടെന്ന് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ മോഷണത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ വകുപ്പ് മന്ത്രിമാരുടെ അറിവും സമ്മതവും ഉണ്ടാകണം എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ രാഷ്ട്രീയമായി സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അവസാനിപ്പിക്കണം. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്ന അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭട്ടാരിയെ SIT പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. സ്വർണ്ണപ്പാളികൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ട കമ്പനിയാണ് സ്മാർട്ട് ക്രിയേഷൻസ്.